ശബരിമല വിഷയത്തിൽ സർക്കാർ മൊത്തത്തിൽ പെട്ടു. കാര്യം ശബരിമല വിഷയത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സർക്കാർ അടപടലം തോൽക്കുകയുണ്ടായി. അപ്പോൾ ശബരിമല എന്താണ് എല്ലാ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന എല്ലാ യോഗങ്ങളിലും പറയുകയുണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ള വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന്. അതിപ്പോൾ തിരിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തലയ്ക്ക് ആക്കുക എന്ന ലക്ഷ്യമല്ല ഇപ്പോൾ LDF മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായ CPM-ഉം സർക്കാരും വലിയ തരത്തിൽ അതിൻ്റെ വേട്ടയാടലുകളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടി ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കില്ലെന്നും കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇതിൽ പങ്കുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ സോണിയാഗാന്ധിയൊത്തുള്ള ഒരു ചിത്രം, ആ ചിത്രം സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശിച്ചാണ്. സോണിയാഗാന്ധിയുടെ വസതിയിലെത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു കള്ളനാണെന്ന് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയ ആളുകൾക്കോ അറിയില്ലായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഒരുമിച്ചുള്ള ചിത്രം പങ്കുവെച്ച് ഇത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഹീനമായ രാഷ്ട്രീയ നെറികേടാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് തന്നെ ശിവകുമാറിന്റെ സഹോദരന്റെ പേര് വെച്ച് ഈ വാർത്തയിൽ വന്നിരുന്നില്ലേ സ്വർണ്ണക്കൊള്ളയിൽ? തീർച്ചയായും ജയകുമാർ എന്ന് പറയുന്ന ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തപ്പോൾ CPM-ൻ്റെ നേതാവ്, അതായത് KS അരുൺകുമാർ, എറണാകുളത്തുള്ള CPM-ൻ്റെ നേതാവാണ് അദ്ദേഹം. ചാനൽ ചർച്ചകളൊക്കെ സുപരിചിത മുഖമാണ്. ഈ ജയകുമാർ മുൻ ദേവസ്വം വകുപ്പും ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്തിരുന്ന കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും പിന്നീട് വിവാദമായപ്പോൾ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പുതുതായി ഉണ്ടായ ഒരു സംഭവവികാസം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കേരളം മുഴുവൻ കണ്ടതാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായ ഭീമ ഗ്രൂപ്പ് ശബരിമലയിലേക്ക് ഒരു വാഹനം നൽകിയതിൻ്റെ താക്കോൽദാന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമ ഗ്രൂപ്പിൻ്റെ ഓണർമാരും PROമാരും അടക്കമുള്ളവർ ആ പരിപാടിയിലുണ്ടായിരുന്നു. ആ ചിത്രം പങ്കുവച്ചതിന് കോഴിക്കോട് നിന്നുള്ള KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ KPCC സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവുമായ N സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്ത് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസിന് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതായത് സുബ്രഹ്മണ്യൻ ഏറെ നാളായി CPM-ൻ്റെ കണ്ണിലെ കരടാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊയിലാണ്ടിയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തി. അതുമാത്രമല്ല, സമീപ പഞ്ചായത്തുകളായ CPM-ന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു. CPM-ൻ്റെ കോട്ടക്കൊത്തളമായിരുന്ന തലക്കുളത്തൂർ, നന്മണ്ട, കുരുവട്ടൂർ, കുന്നമംഗലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ ഭരണം ഈ കോൺഗ്രസ്സിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കുന്നമംഗലം മേഖലയിലാണ് സുബ്രഹ്മണ്യൻ്റെ പ്രവർത്തന മേഖല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്താണ് കുരുവട്ടൂർ പഞ്ചായത്ത്. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്നു. തൊട്ടപ്പുറത്ത് കുന്നമംഗലം കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നു. കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ തലക്കുളത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് ജയിക്കുന്നു. നന്മണ്ട പഞ്ചായത്ത് കോൺഗ്രസ് ജയിക്കുന്നു. ആ പ്രദേശങ്ങളിലുള്ള N സുബ്രഹ്മണ്യൻ്റെ പ്രവർത്തന മേഖലയുള്ള പഞ്ചായത്തുകൾ കൂടരങ്ങി കോൺഗ്രസ് നിലനിർത്തുന്നു. തൊട്ടപ്പുറത്ത് ബാലുശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. നരിക്കുനി കോൺഗ്രസ് ഭരണം നിലനിർത്തുന്നു. ഉണ്ണികുളം കോൺഗ്രസ് ഭരിക്കുന്നു. താമരശ്ശേരി കോൺഗ്രസ് ഭരിക്കുന്നു. N സുബ്രഹ്മണ്യൻ്റെ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം. കൂടാതെ കോഴിക്കോട് കോർപ്പറേഷനിൽ CPM-ന് വിറപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. CPM-നോട് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നില്ല. രാമനാട്ടുകര, ഫറൂഖ് നഗരസഭകളിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്നു. തൊട്ടപ്പുറത്ത് കൊയിലാണ്ടി നഗരസഭ കോൺഗ്രസ് നഷ്ടമാകുന്നത് ചെറിയ വോട്ടുകൾക്കാണ്. ഇത്തരത്തിൽ N സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി CPM-ൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ CPM സഹായിച്ച നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതാവ് PT റഹീം ജയിച്ച കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, കൊയിലാണ്ടി, എലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമോ, തിരുവമ്പാടി മണ്ഡലം ഉൾപ്പെടെ കൈവിട്ടു പോകുമോ എന്ന് ഭയം CPM-നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ N സുബ്രഹ്മണ്യനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു ചിത്രത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്.
ഈ രമേശ് ചെന്നിത്തലയും പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രം പല CPM സൈബർ ഹാൻഡിലുകൾ പങ്കുവച്ചിട്ടുണ്ട്. എന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച രമേശ് ചെന്നിത്തല ഇന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തതും പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല. ഈ പോലീസിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ പോലീസിന് നട്ടലുണ്ടോ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിച്ചു ചോദിച്ചു. ഇവിടെ എൻ സുബ്രഹ്മണ്യനെതിരെ രാഷ്ട്രീയ പകപോക്കലാണ് കോൺഗ്രസ് നേതാവെന്ന രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. എന്നാൽ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത വാർത്ത അറിഞ്ഞത് മുതൽ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധത്തിൽ നിന്ന് കോഴിക്കോട് കാണാനിടയായി. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പോലീസിന് വിട്ടയക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകളായിരുന്നു ചുമത്തിയത്. പക്ഷേ അദ്ദേഹത്തെ ജാമ്യം ഇല്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിലടക്കാനുള്ള ശ്രമം CPMൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. CPMൻ്റെ വലിയ ഒരു സമ്മർദ്ദം പോലീസിന് മേലുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് മുന്നിൽ പോലീസിനെ മുട്ടുമടക്കി. ആഭ്യന്തര വകുപ്പിന് കൃത്യമായി അറിയാം അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പൊന്നും നിലനിൽക്കില്ലെന്ന്. എൻ സുബ്രഹ്മണ്യനെ പോലെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചാലൊന്നും ഈ സ്വർണ്ണത്തട്ടിപ്പ് കേസ്, സ്വർണ്ണക്കൊള്ള കേസ് ഒലിച്ചു പോകുമെന്ന് CPM കരുതണ്ട. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. അതുമാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന തിരക്കഥ രചിച്ച ആളുകളുണ്ട്. അവരെ തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. അല്ല ഏട്ടാ, അപ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് കോൺഗ്രസ്സുകാരെ അകത്താക്കുമ്പോൾ ഇതിന്റെ സത്യം പുറത്തു വരുമ്പോൾ വീണ്ടും LDFന് ഇതൊരു തിരിച്ചടിയാകില്ലേ? തീർച്ചയായും. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ സത്യം എത്രത്തോളം പുറത്തു വരുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൈപൊള്ളിയ CPM തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അടപടലം തോൽക്കുന്നത് കേരളം കണ്ടതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കും. ഈ ശബരിമലയുടെ അലയൊലികൾ അതിശക്തമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് CPMന് വളരെ കൃത്യമായി അറിയാം. നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ, അദ്ദേഹം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N വാസു, അതോടൊപ്പം തന്നെ CPMൻ്റെ ദേവസ്വം എംപ്ലോയീസിലെ സംഘടനാ ജീവനക്കാരനായ നേതാവായ മുരാരി ബാബു, ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നിരവധി ആളുകൾ, CPM സഹയാത്രികളായ ആളുകൾ, CPMൻ്റെ മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് CPM ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ അറസ്റ്റിലായ CPM നേതാക്കന്മാർക്കെതിരെ ചെറുവിരൽ അനക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പത്മകുമാറിനെ പോലെ ആളുകളെ സംരക്ഷിക്കുക നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇത് പാർട്ടി അണികൾക്കിടയിലടക്കം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPMന് വലിയ ഭയമുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റ CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയം താങ്ങാൻ കഴിയില്ല. എന്തായാലും അവർ പരാജയം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിദയനീയമായ ഒരു പരാജയത്തിലേക്ക് പാർട്ടി പോവാതിരിക്കണം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റിലാക്കി അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ കഴിയുമോ എന്നാണ് CPM കരുതുന്നത്, അല്ലെങ്കിൽ CPMൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ കോൺഗ്രസിന്റെ തലയ്ക്ക് വെച്ച് CPMനെ തടി രക്ഷിക്കാമല്ലോ. തീർച്ചയായും കോൺഗ്രസിൻ്റെ തലയ്ക്ക് വെച്ച് തടി രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് ചുമത്തി, അതായത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം പോസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാമെന്നും CPM കരുതണ്ട. ഇത് കേരളമാണ്. ജനാധിപത്യ രൂപത്തിലുള്ള വലിയ പ്രതിഷേധം ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടാകും. ഇന്ന് കോഴിക്കോട്ട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ അതാണ് കണ്ടത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന നേതാവുമായ N സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള പോലീസിൻ്റെ നീക്കത്തിനാണ് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതിശക്തമായ പോരാട്ടം കോൺഗ്രസ് സംബന്ധിച്ച് മുന്നോട്ട് പോകും. വാളെടുത്തവർ വെളിച്ചപ്പാടായി ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ പേടിപ്പിക്കാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് കോൺഗ്രസ് നേതൃത്വം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞു. വരാനിരിക്കുന്ന ദിവസങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രചാരണായുധമാക്കി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം.